ദ്രോണാചാര്യരുടെ അടുക്കൽ ശിഷ്യനാകാൻ അഭ്യർത്ഥിച്ചു. എന്നാൽ കുലം, ജാതി എന്നീ സാമൂഹിക വ്യവസ്ഥകൾ അതിന് അനുവദിച്ചില്ല. ഏകലവ്യൻ തളർന്നില്ല. ദ്രോണാചാര്യരുടെ ഒരു മൺപ്രതിമ നിർമ്മിച്ച് ഗുരുവിൻ്റെ സാന്നിധ്യം മനസ്സിൽ ധരിച്ച് അദ്ദേഹം സ്വയം അഭ്യസിച്ചു. അങ്ങനെ അർജുനനേക്കാൾ മഹാനായ വില്ലാളിയായി അദ്ദേഹം മാറി. ഇതിന് തടയിടാൻ ദ്രോണാചാര്യർ ഏകലവ്യനോട് വലതു കൈയിലെ പെരുവിരൽ ഗുരുദക്ഷിണയായി ചോദിച്ചു. ഏകലവ്യൻ ചിന്തിച്ചില്ല, അന്യായം എന്ന് ചോദിച്ചില്ല. അവൻ നിസ്സഹായനായി നോക്കി നിന്നില്ല. ഏകലവ്യൻ പേരുകേട്ട വില്ലാളിയായില്ലായിരിക്കാം, എന്നാൽ ആത്മധൈര്യത്തിൻ്റെയും ഗുരുഭക്തിയുടെയും പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു.